സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഇതെങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മേജർ ഇവൻറ്റ്സ് വിൽ സ്ട്രെങ്തൻ യുവർ ബിലീഫ് വൈൽ സ്മോളർ ഇവൻറ്റ്സ് വിൽ മൾട്ടിപ്ലൈ ഇറ്റ്. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ വ്യക്തികൾക്കും, പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു ചലഞ്ച് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്, നമ്മൾ ബിഗ്ഗർ ഇവൻറ്റ്സ് വളരെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യും. ബിഗ്ഗർ ഇവൻറ്റ്സ് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നാണ് നമ്മുടെ നാട്ടിലെ ഇനി അടുത്ത NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ഓറിയന്റേഷൻ എന്നാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്നാണ് ഇനി CEO മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിന് ശേഷം അടുത്ത CEO മീറ്റിംഗ് വരെ പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നിർണായകമായിട്ട് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കൺട്രോളിലുള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഹോം മീറ്റിംഗ് ആൻഡ് പേസ് മീറ്റിംഗ്. സോ നമ്മളത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. സോ വലിയ ഇവൻറ്റിൽ പോകുന്ന സമയത്ത്, ഇപ്പോൾ നമുക്ക് വെസ്റ്റീജ് അവാർഡ് ഫംഗ്ഷൻ വരുന്നു. വെസ്റ്റീജ് അവാർഡ് ഫംഗ്ഷനിൽ നിങ്ങളുടെ നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ള ആളുകളെ കൂട്ടി അവിടെ എത്തുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാജിക് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് വരെ തീരുമാനമെടുക്കാത്ത പല പുതിയ തീരുമാനങ്ങളും അവിടെ വെച്ച് കൈക്കൊള്ളുന്നുണ്ടായിരിക്കും. കാരണം അത്തരത്തിലൊരു വലിയൊരു ബിലീഫ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള ബിഗ്ഗർ ഇവൻറ്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് ഉണ്ടായ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആവേശം ഉണ്ടല്ലോ, ആ ആവേശം നമുക്ക് നമ്മളുടെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഹോം മീറ്റിംഗ് ആൻഡ് പേസ് മീറ്റിങ്ങിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. പറഞ്ഞ ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് വലിയ ഇവൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിശ്വാസം, നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസ്, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇത് നമുക്ക് ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, വിശ്വാസം മാത്രം വെച്ചിട്ട് PV കയറില്ലല്ലോ. സോ അതിനെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കൺട്രോളിലുള്ള ഹോം മീറ്റിങ്ങുകളും പേസ് മീറ്റിങ്ങുകളും നമ്മൾ കൂട്ടുക. ഓക്കെ, നമ്മൾ എത്ര പേസ് മീറ്റിംഗ് കൂട്ടുന്നോ അതിനനുസരിച്ച് ഹോം മീറ്റിങ്ങുകളുടെ എണ്ണം നമ്മുടെ ടീമിൽ വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. ഒരു ഒറ്റ പേസ് മീറ്റിംഗ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, നോർമലി അത് എത്ര പേര്, അതൊക്കെ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ടാവും. ഒരൊറ്റ പേസ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 5-10 ആളുകൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ആ 5 പേരിൽ നിന്ന് അടുത്ത ഒരു 5 ഹോം മീറ്റിംഗ്, ഒറ്റ പേസ് മീറ്റിങ്ങിൻ്റെ റിസൾട്ടായിട്ട് ഒറ്റ പേസ് മീറ്റിങ്ങിൻ്റെ റിസൾട്ടായിട്ട് 5 ഹോം മീറ്റിങ്ങുകൾ നമുക്ക് പുതിയതായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്കൊരു 25 പ്രോസ്പെക്റ്റുകളെങ്കിലും മിനിമം നമുക്ക് അതിലേക്ക് നമ്മുടെ റീച്ച് കൂട്ടാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഏത് പേസ് മീറ്റിങ്ങിലും അതിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഹോം മീറ്റിംഗ് ഓരോ വീടുകളിലും ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. ഓക്കെ, എനിവേ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് വരാം. നെക്സ്റ്റ് പോയിന്റ്, നമുക്ക് SP ഭയ്യ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എങ്ങനെയാണോ വിന്നിംഗ് ടീം ഫാമിലി റിയൂണിയൻ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാമിലി റിയൂണിയൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന് എങ്ങനെയാണോ നമ്മൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് എന്തൂസിയാസമാണോ ഉള്ളത്, ആ എന്തൂസിയാസത്തോടു കൂടി വേണം നിങ്ങളുടെ അപ്ലൈൻ കണ്ടക്ട് ചെയ്യുന്ന പേസ് മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രമാത്രം പ്രാധാന്യം വിന്നിംഗ് ടീം സിസ്റ്റം പേസ് മീറ്റിങ്ങിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് റിയലൈസ് ചെയ്യുക, ആ ഒരു ആസ്പെക്റ്റിൽ, ആ ഒരു മാനസിക നിലയിൽ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ,